പക്ഷെ എനിക്ക് CPM-നോട് വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു സംഗതി രാഷ്ട്രീയമായി CPM-നെ വേട്ടയാടാൻ വേണ്ടി ED-യെ BJP രംഗത്തിറക്കുന്നു എന്ന് കേരളത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള പ്രയാസം ഇപ്പോഴുണ്ടോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ജനത വിശ്വസിക്കില്ല എന്നൊരു തോന്നൽ CPM-നുണ്ടോ? എന്തുകൊണ്ടത് പറഞ്ഞില്ല? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അല്ല, അങ്ങ് അതർ സൈഡ് ഓഫ് ദ കാർപ്പറ്റ് എന്ന നിലയിൽ മറ്റൊരു വശം കൂടി ചിന്തിച്ചു നോക്ക്. ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രി, ആ പ്രതിപക്ഷ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഏതെങ്കിലും ആരോപണ ശകലത്തിന്റെ സത്യത്തിന്റെ ഏതെങ്കിലും ഒരു കണിക ഉണ്ടായിരുന്നു എങ്കിൽ ഈ കേന്ദ്ര ഏജൻസി മിണ്ടാതിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതാണല്ലോ ഇവിടെ ആക്ഷേപം. അത് വഴിയേ അറിഞ്ഞോളൂ. പിണറായി വിജയനെയും ചോദ്യം എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി പിന്നീട് അനങ്ങിയില്ല, മിണ്ടാണ്ടിരിക്കുന്നു? മുഖ്യമന്ത്രി ഡൽഹിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടുന്നത് കേരളത്തിന്റെ പൊതുവായ ഭരണാവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണോ, അതല്ല തന്റെ മകനും മറ്റുള്ളവരുമൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിച്ച് ഡീൽ ഉണ്ടാക്കാനാണോ എന്നൊക്കെയാണല്ലോ ഇവിടെ ഇരുന്ന ചോദ്യം. നമ്മുടെയൊക്കെ സംശയം അത് തന്നെയാണ്. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ശ്രീ ഹസ്കർ ഇവിടെ ഉയരുന്നത്. ഡീൽ എന്ന അന്തരീക്ഷത്തിൽ വിളിച്ചു പറഞ്ഞു. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാർന്നു എന്ന് കോൺഗ്രസ് പറയുന്നു. നിർമ്മലാ സീതാരാമനുമായി ചേർന്ന് നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അമിത്ഷയെ പോയി കാണുന്നത് ഉദ്യോഗസ്ഥരില്ലാതെ അമിത്ഷയുടെ മന്ത്രി ഓഫീസിലല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുന്നു പ്രതിപക്ഷ മുഖ്യമന്ത്രി. അങ്ങനെയൊക്കെയുള്ള വളരെ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കാണുന്നു എന്നൊക്കെയാണ് ഇതുമായി ചേർത്ത് വെച്ച് ഉയരുന്ന ആക്ഷേപം. പക്ഷെ മുഖ്യമന്ത്രി ഒന്നും ഇതുവരെ വേണ്ടിയിട്ടില്ല. ഇപ്പൊ 48 മണിക്കൂർ അടുക്കാണ് മകന്റെ കാര്യത്തിൽ വാർത്ത വന്നിട്ട്. മുഖ്യമന്ത്രി വേണ്ടിയിട്ടില്ല, പാർട്ടി സെക്രട്ടറി വേണ്ടിയിട്ടില്ല, 2 മന്ത്രിമാരാണ് ദുർബലമായെങ്കിലും ഒന്ന് പ്രതിരോധിക്കാൻ തയ്യാറായത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.